ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ഡബിംഗ് കാർണിവൽ. അപ്പോൾ നമ്മൾ ഇന്നൊരു പുതിയ ഡ്രാമയാണ് കാണാനായിട്ട് പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആരെങ്കിലും ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ നമ്മുടെ ഹീറോയാണ് കാണിക്കുന്നത്. ഹീറോ ഇപ്പോൾ കുറേ ആൾക്കാർ കൂടെ ചേർന്നിട്ട് കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോയിട്ട് എന്തോ ഭയങ്കര അടിപിടി കൂടുന്നൊരു സീനാണ് കേട്ടോ കാണിക്കുന്നത്. അങ്ങനെ ആ സീൻ കട്ട് ചെയ്ത് നേരെ നമ്മുടെ ഹീറോയിനെയാണ് കാണിക്കുന്നത്. ഹീറോയിൻ ഇപ്പോൾ അവളുടെ അമ്മയോട് വർത്തമാനം പറഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് അവൾ അവരോട് ചോദിക്കുന്നുണ്ട്, ബാക്കിയുള്ള എത്രയോ പേര് നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനാ എന്നെ തന്നെ ഇങ്ങനെ വന്ന് വിളിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. അന്നേരം അവർ, എനിക്ക് നിന്നെയാണ് ആവശ്യം, അതിലൂടെ നിൻ്റെ കരിയറും നിനക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമല്ലോ, അതുകൊണ്ടാണ് ഞാൻ നിന്നെ വന്ന് വിളിക്കുന്നതെന്ന് പറയുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെയും നമ്മുടെ ഹീറോയാണ് കാണിക്കുന്നത്. ഹീറോ ഇവിടെ അവിടെയുള്ള ആൾക്കാരോടൊക്കെ ഭയങ്കരമായിട്ട് സ്റ്റണ്ട് ചെയ്ത് പെട്ടെന്ന് ഒരു നിമിഷം ഒരാൾ വന്നിട്ട് കട്ടെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഹീറോയോട് നന്നായിട്ടുണ്ട്, നന്നായി ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഷൂട്ടിംഗ് ലൊക്കേഷനായിരുന്നു കേട്ടോ. നമ്മുടെ ഹീറോ ഒരു മോഡലാണ്. അങ്ങനെ എന്തായാലും അവൻ അഭിനയിച്ച് കഴിഞ്ഞതിന് ശേഷം പുറത്തോട്ട് ഇറങ്ങി നടക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് അവൻ്റെ ഒരു അസിസ്റ്റൻറ്റ് പെൺകുട്ടിയോട് അവിടുത്തെ ഡയറക്ടർ വന്ന് പറയുന്നുണ്ട്, മാഡം ഇനി ഒരു സീന് കൂടെ ഉണ്ട്, സാറിനോട് ഒന്ന് സംസാരിക്കോ, അത് അഭിനയിക്കാൻ പറ്റുമെന്നുള്ള കാര്യം നിങ്ങൾ എങ്ങനെയെങ്കിലും സമ്മതിപ്പിച്ച് കൊണ്ടുവരണമെന്ന് പറയുന്നുണ്ടായിരുന്നു. അവളും ഞാൻ നോക്കാമെന്ന് പറഞ്ഞിട്ട് നേരെ ഹീറോയുടെ അടുത്തേക്ക് പോകുന്നുണ്ടായിരുന്നു. പിന്നെയും ഇവിടെ നമ്മുടെ ഹീറോയിനെയാണ് കാണിക്കുന്നത്. ആക്ച്വലി ഹീറോയിനെ അവളുടെ അമ്മ ഏതോ ഒരു ജോലിക്ക് വേണ്ടിയിട്ട് നിർബന്ധിച്ച് കൊണ്ടുപോകാനായിട്ടായിരുന്നു വന്നിരുന്നത് കേട്ടോ. ഇപ്പോൾ നമ്മുടെ ഹീറോയിൻ അവളുടെ ഗ്രാൻഡ് പാരൻസിനൊപ്പമായിരുന്നു താമസിച്ചിരുന്നത്. അതായത് ചെറുപ്പത്തിലെന്തോ ഇവളെ ഉപേക്ഷിച്ചിട്ടെങ്ങാണ്ട് പോയതായിരുന്നു. എന്തായാലും ഈ ജോലിക്കാരും ഇവളോട് പറയുന്ന സമയത്ത് എന്നെ അതിന് മുത്തച്ഛനും മുത്തശ്ശിയും വിടുമെന്ന് തോന്നുന്നില്ല അമ്മ, അത് കാരണം ഇത് വേണ്ടാന്ന് പറയുമ്പോൾ, മോളെ നിൻ്റെ കരിയർ നന്നാവാൻ വേണ്ടിയിട്ട് ഞാനിത് പറയുന്നത്. എൻ്റെ ഓഫീസിലൊരു മോഡലുണ്ട്, അയാൾ അമേരിക്കയിൽ നിന്ന് വന്നതാണ്, അയാൾക്ക് ഇംഗ്ലീഷ് മാത്രമേ അറിയത്തുള്ളൂ, അത് കാരണം നീ ഇവിടുത്തെ ലാംഗ്വേജ് എല്ലാം അയാൾക്കൊന്ന് പഠിപ്പിച്ചു കൊടുക്കണമെന്നും അയാൾക്കൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം, അത് മാത്രമാണ് നിൻ്റെ ജോലി, നിനക്ക് നല്ലൊരു ശതമാനം സാലറി ഞാൻ തരാമെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഇത് കേൾക്കുമ്പോൾ അവളാണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ മുത്തശ്ശൻ്റെ ബർത്ത്ഡേ വരുന്നുണ്ട്, എനിക്ക് നല്ലൊരു ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റും, ഞാൻ അങ്ങനെയാണെങ്കിൽ ജോലിക്ക് വരാമെന്ന് പറയുന്നുണ്ടായിരുന്നു. പോരാഞ്ഞിട്ട് അവരോട്, അമ്മേ എന്നാ അമ്മ ഇനി വീട്ടിലേക്ക് വരുന്നത്, മുത്തച്ഛനെയും മുത്തശ്ശിയും കാണണമെന്ന് അമ്മയ്ക്ക് ആഗ്രഹമില്ലെന്ന് ചോദിക്കുമ്പോൾ, ഞാൻ വരാം, എന്തായാലും മുത്തച്ഛൻ്റെ ബർത്ത്ഡേ അടുത്ത് വരികയല്ലേ, ആ സമയത്ത് എന്തായാലും ഞാൻ വരാനായിട്ട് നോക്കാമെന്ന് പറഞ്ഞിട്ട് അവർ ഇവളോട് ടാറ്റാ ബൈ ബൈ ഒക്കെ പറഞ്ഞിട്ട് പോകുന്നുണ്ടായിരുന്നു. ഇവിടെ നമ്മുടെ ഹീറോയോട് ആ അസിസ്റ്റൻറ്റ് പെൺകുട്ടി വന്നിട്ട്, സാർ ഇനി ഒരു സീന് കൂടെ ഉണ്ട്, സാറിന് അഭിനയിക്കാനായിട്ട് പറ്റുമോ, പ്ലീസ് ഒന്ന് അഭിനയിക്കാനായിട്ട് പറയുമ്പോൾ, എന്നെ കൊണ്ടതൊന്നും പറ്റത്തില്ല, നമ്മുടെ കോൺട്രാക്റ്റിൽ ഈ ഒരു സീന് മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ, അത് കാരണം എന്തായാലും ഇനി എന്തൊക്കെ പറഞ്ഞിരുന്നാലും എനിക്ക് അഭിനയിക്കാനായിട്ട് പറ്റത്തില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഇവിടെ ഇരുന്നിട്ട് വേറൊരു കഥ കൂടെ പറഞ്ഞു തുടങ്ങുന്നുണ്ടായിരുന്നു. അതായത് അവളുടെ വോയിസിലായിരുന്നു ഇതെല്ലാം പൊക്കോണ്ടിരുന്നത് കേട്ടോ. എൻ്റെ ലൈഫ് നല്ല രീതിയിൽ പൊക്കോണ്ടിരിക്കുമായിരുന്നു. ആ സമയത്തായിരുന്നു ഞാൻ അവനെ മീറ്റ് ചെയ്തെന്ന് പറയുന്നുണ്ടായിരുന്നു. അതായത് നമ്മുടെ ഹീറോയെക്കുറിച്ചിട്ടാണെന്ന് തോന്നുന്നു പറയുന്നത്. എന്നിട്ട് നമ്മുടെ ഹീറോയിൻ്റെ സെൽഫ് ഇൻട്രൊഡക്ഷനാണ് കേട്ടോ ഇത്. അവൾ തന്നെയാണ് പറയുന്നത്. നമ്മുടെ ഹീറോയിൻ ഒരു കിൻഡർ ഗാർഡനിൽ അങ്ങോട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവളുടെ മുത്തശ്ശി എന്ന് പറയുന്നത് ഈ ബൈക്കിങ്ങിലും അങ്ങനെയൊക്കെയുള്ള ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള കൂട്ടത്തിലാണ്. അവരതൊക്കെ ചെയ്തിട്ട് വീട്ടിൽ ഒതുങ്ങി കൂടി ഇരിപ്പാണ് കേട്ടോ. അവളുടെ മുത്തശ്ശനാണെങ്കിൽ ഏതോ ഗവൺമെൻറ് സർവീസിൽ ഇരുന്നിട്ട് ഇപ്പോൾ റിട്ടയർഡ് ആയിട്ട് വീട്ടിൽ കൃഷിയും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അങ്ങനെ നടക്കുന്നുണ്ട്. അവർക്കൊരു റെൻ്റ് ഹൗസ് കൂടെ ഉണ്ട്. അത് റെൻറ്റിന് കൂടെ കൊടുത്തിട്ടായിരുന്നു അവരുടെ ബാക്കിയുള്ള ചിലവും കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നത്. ഇപ്പം നമ്മുടെ ഹീറോയിൻ ഇവിടെ ഒരു സൂപ്പർ മാർക്കറ്റിൽ വന്ന് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കുന്നുണ്ടായിരുന്നു. അവിടെ ഒരു ചെക്കനെ കാണിക്കുന്നുണ്ട്. അവനാണ് നമ്മുടെ സെക്കൻഡ് ഹീറോ. അതായത് നമ്മുടെ ഹീറോയിൻ ഒരു റെൻ്റ് ഹൗസ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അവിടെ വാടകയ്ക്ക് താമസിക്കുന്ന ആളാണ്. അവനോട് നമ്മുടെ ഹീറോയിൻ ഒരു കാര്യം ചോദിക്കുന്നുണ്ട്, എൻ്റെ മുത്തശ്ശൻ്റെ ബർത്ത്ഡേ വരുന്നുണ്ട്, ഞാൻ എന്ത് ഗിഫ്റ്റാണ് കൊടുക്കേണ്ടത്, നിനക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. അന്നേരം അവൻ, നീ ഒരു ടാബ് മേടിച്ചു കൊടുക്ക്, നിൻ്റെ മുത്തശ്ശന് ഒരുപാട് സീരീസും അങ്ങനത്തെ സിനിമകളൊക്കെ കാണുന്ന ആളല്ലെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. അന്നേരം അവൾ, അതിനാണല്ലോ ഞാൻ കഴിഞ്ഞ തവണ TV മേടിച്ച് വെച്ചത്, ഇനി അതിൻ്റെ ആവശ്യമുണ്ടോ, TV കാട്ടിലും എന്ത് ഉപയോഗമുള്ള സാധനമാണ് ഈ ടാബ്, അത് കാരണം ഈ ടാബ് തന്നെ മേടിക്കാനായിട്ട് പറയുന്നുണ്ടായിരുന്നു. അവളും അങ്ങനെയാണെങ്കിൽ അത് തന്നെ മേടിച്ചു കൊടുക്കാം അല്ലേ, അങ്ങനെ അത് ഫിക്സ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോ ഇങ്ങനെ സ്വിമ്മിംഗ് പൂളിൽ കുളിച്ചുകൊണ്ട് നിൽക്കുവാണ്. ആ സമയത്ത് അവൻ്റെ ഒപ്പം ഒരാൾ കൂടി ഉണ്ടായിരുന്നു. അതായത് നമ്മുടെ ഹീറോയിൻ്റെ അമ്മയുടെ അസിസ്റ്റൻ്റ് ആയിരുന്നു അത്. അയാൾ വന്നിട്ട് നമ്മുടെ ഹീറോയോട് ഒരുപാട് ചൂടാവുന്നുണ്ടായിരുന്നു. എത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ടെന്ന് അറിയാമോ ഓരോ ക്ലയൻസിന് ഞാൻ കൊണ്ടുവരുന്നത്, എന്നിട്ട് നീ അവർ പറയുന്ന പോലെ ഒന്നും അഭിനയിക്കാൻ പറ്റില്ല എന്ന് എന്തിനാ അവരോടൊക്കെ ഇങ്ങനെ പറയുന്നതെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. അന്നേരം നമ്മുടെ ഹീറോ, ഞാൻ എന്താണ് ചെയ്തത്, കോൺട്രാക്റ്റിൽ പറയുന്നത് പോലെ എനിക്ക് അഭിനയിക്കാനായിട്ട് കഴിയത്തുള്ളൂ, അതിൽ കൂടുതൽ എന്നോട് ഒന്നും പറഞ്ഞാൽ എനിക്ക് ചെയ്യാനായിട്ട് പറ്റത്തില്ല എന്നും പറയുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഹീറോ അവനോട് ഞാൻ പറഞ്ഞ കാര്യം എന്തായാലും ചോദിക്കുന്നുണ്ടായിരുന്നു. അതിനയാൾ, ഞാൻ എന്നോട് പറയുന്നതുകൊണ്ട് നീ ഒന്നും വിചാരിക്കരുത്, ഇനി എന്തിനാണ് നീ അവളെ അന്വേഷിച്ച് നടക്കുന്നത്, ഞാൻ ഒരുപാട് തിരക്കി നോക്കി, അവളെക്കുറിച്ച് ഒരു വിവരവുമില്ല, അത് കാരണം നീ അവളെ മറക്കുന്നതാണ് നല്ലതെന്ന് പറയുന്നുണ്ടായിരുന്നു. ഇത് കേൾക്കുന്ന ഹീറോ ആണെങ്കിൽ ആ സമയത്ത് ടേബിളിൻ്റെ പുറത്ത് എന്തോ ഒരു സാധനം തപ്പുന്നുണ്ടായിരുന്നു. അന്നേരം അയാൾ, നീ ഈ ചെയിനല്ലേ നോക്കിയിരുന്നത്, ഇത് കളഞ്ഞാൽ നീ എന്നെ ജീവനോടെ വെച്ചേക്കില്ലെന്ന് എനിക്കറിയാം, അത് കാരണം
ഇവിടെ ഞാൻ സൂക്ഷിച്ച് വെച്ചേക്കുമായിരുന്നു പറഞ്ഞിട്ട് അതെടുത്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോകുന്നുണ്ടായിരുന്നു. ഹീറോ ആണെങ്കിൽ ഈ ചെയിൻ എടുത്തിട്ടിട്ട് അതിലേതൊരു റിങ് കിടപ്പുണ്ടായിരുന്നു. അതിനകത്ത് ഒരു പേരും എഴുതിയിട്ടുണ്ടായിരുന്നു. അതും ഇങ്ങനെ ആലോചിച്ചിട്ട് സാഡായിട്ട് ഇരിക്കുന്നുണ്ട്. ആരെക്കുറിച്ചാണ് എന്നുള്ളതൊക്കെ നമുക്ക് വരും കഥകളിലൂടെ അറിയായിരിക്കും. എന്തായാലും അത് കഴിഞ്ഞ് കാണിക്കുന്നത് നമ്മുടെ ഹീറോയിൻ ഇപ്പോൾ തിരികെ വീട്ടിലേക്ക് വരുന്നുണ്ടായിരുന്നു. വരുന്ന സമയത്ത് ഒത്തിരി ലേറ്റ് ആയതുകൊണ്ട് തന്നെ അവളുടെ മുത്തച്ഛൻ അവളോട് ദേഷ്യപ്പെടുന്നുണ്ടായിരുന്നു. ഇത്രയും സമയം നീ എവിടെ പോയിരിക്കുമായിരുന്നു, ഒരു കാര്യത്തിന് പറഞ്ഞു വിട്ട് കഴിഞ്ഞാൽ നിനക്ക് സമയത്തിന് വരാനായിട്ട് പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുന്ന സമയത്ത് അവളാണെങ്കിൽ മുത്തച്ഛന് ആവശ്യമുള്ള സാധനം എന്നോട് പറഞ്ഞില്ലായിരുന്നു, അതെടുക്കാൻ കുറച്ച് ലേറ്റായി, അത് കാരണം സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഞാൻ ഇത്രയും ലേറ്റ് ആയെന്ന് പറഞ്ഞിട്ട് ഒരു സാധനം എടുത്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. അയാൾ പക്ഷെ പിണക്കമൊന്നുമില്ലാതെ അത് വന്ന് മേടിച്ചിട്ട് ഇത്തിരി ദേഷ്യത്തോട് തന്നെയാണ് ഇറങ്ങി പോകുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അവിടേക്ക് ഇവളുടെ മുത്തശ്ശി വരുന്നുണ്ടായിരുന്നു. മോളെ നീ ഇത്രയും നേരം എവിടെ പോയിരിക്കുമായിരുന്നു, മുത്തശ്ശൻ എത്ര നേരം കൊണ്ടാണ് തന്നെ നോക്കിയിരിക്കുന്നത്, ലേറ്റ് ആകുമെങ്കിൽ നിനക്കതൊന്ന് വിളിച്ച് പറഞ്ഞുകൂടായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ അവളാണെങ്കിൽ മുത്തശ്ശിയോട് സത്യം പറയുന്നുണ്ടായിരുന്നു. മുത്തശ്ശി, ഞാൻ അമ്മയെ കാണാൻ പോയതാണെന്നും അമ്മ എനിക്കൊരു ജോബ് ഓഫർ ചെയ്തിട്ടുണ്ട്, മാസവും ഇത്ര രൂപ തരാമെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. മുത്തശ്ശിക്ക് അവളുടെ അമ്മയോട് എന്തോ ഇഷ്ടമുണ്ടെന്ന് തോന്നുന്നു. കാരണം മുത്തശ്ശിന് ഇഷ്ടമല്ലാത്തതിന് കാരണം ഇതുപോലെ നമ്മുടെ ഹീറോയിൻ ഉപേക്ഷിച്ചിട്ട് പോയതല്ലേ, അത് കാരണമാണ് അവൾ മുത്തശ്ശനോട് സത്യം പറയാതിരുന്നത്. എന്തായാലും മുത്തശ്ശിക്ക് ഇത് കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ടായിരുന്നു. നീ അവളെ കണ്ടോ, അവൾ എന്നാ എൻ്റെ വീട്ടിലേക്ക് വരാമെന്ന് പറഞ്ഞത്, മുത്തശ്ശിൻ്റെ ബർത്ത്ഡേക്ക് വരാമെന്നെങ്ങാനും പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ അന്നേരം പറയാൻ എന്നോട് പറഞ്ഞത്, എന്തായാലും ആ ജോബിന് ഞാൻ പോകുന്നുണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു. ഇത് കേൾക്കുന്ന മുത്തശ്ശിക്കും ഒരുപാട് സന്തോഷം വരുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കാണിക്കുന്ന നമ്മുടെ ഹീറോയിൻ്റെ അമ്മയും അവരുടെ അസിസ്റ്റൻറ്റുമായിട്ട് ഒരു പ്രൊഡ്യൂസറിനെ മീറ്റ് ചെയ്യാനായിട്ട് ഒരു ബീച്ച് സൈഡിൽ വന്നിരിക്കുന്നുണ്ടായിരുന്നു. അന്നേരം ഇവർ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് തർക്കിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു ആ പ്രൊഡ്യൂസർ പെങ്കൊച്ച് കടലിൽ നിന്ന് ഇങ്ങനെ വന്നിരുന്നത് കേട്ടോ. കാണാൻ ഇച്ചിരി സെക്സി ലുക്കൊക്കെ ഉള്ളൊരു ഭംഗിയുള്ളൊരു പെങ്കൊച്ചായിരുന്നു. അവൾ വരുന്ന സമയത്ത് നമ്മുടെ ഹീറോയിൻ്റെ അമ്മയും അസിസ്റ്റൻറ്റും കൂടെ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു വർക്ക് ഉണ്ടെന്ന്, നിങ്ങൾക്ക് എടുക്കാൻ താല്പര്യമുണ്ടെന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ എന്ത് വർക്ക് കൊണ്ടുവന്നിരുന്നാലും അത് അടിപൊളിയായിരിക്കും എന്ന് എനിക്കറിയാം, അതുകൊണ്ട് എനിക്ക് അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും അറിയണമെന്നില്ല, ഞാൻ എന്തായാലും അത് ചെയ്യാമെന്ന് പറയുന്നുണ്ടായിരുന്നു. അവർക്ക് ഒരുപാട് സന്തോഷം വരുന്നുണ്ടായിരുന്നു. അങ്ങനെ എന്തായാലും ഷൂട്ടിംഗ് നാളെ മുതൽ വെക്കാന്നൊക്കെ പറഞ്ഞിട്ട് അവർ ടാറ്റാ ബൈ ബൈ പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നുണ്ടായിരുന്നു. പിറ്റേ ദിവസം നമ്മുടെ ഹീറോയിൻ പുതിയ ജോലിയിൽ ജോയിൻ ചെയ്യാനായിട്ട് പോവുകയാണ്. അതായത് നമ്മുടെ ഹീറോയെ മീറ്റ് ചെയ്യാനായിട്ട് പോകുന്നുണ്ടായിരുന്നു. അവൻ ഇപ്പോൾ ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനിലാണുള്ളത്, അവിടേക്കായിരുന്നു നമ്മുടെ ഹീറോയിൻ പോയിരുന്നത്. എന്തായാലും ആ കാര്യം, അതായത് അവൾ വരുമെന്നുള്ള കാര്യം നമ്മുടെ ഹീറോയ്ക്കും അറിയാമായിരുന്നു കേട്ടോ. ഹീറോയും അത് എക്സ്പെക്ട് ചെയ്തായിരുന്നു ഇരുന്നിരുന്നത്. എന്തായാലും ഹീറോയിൻ വന്നിട്ട് ഹീറോ ഇങ്ങനെ നോക്കുന്ന സമയത്ത് അവനൊരു സ്ഥലത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. അവനെ കണ്ടപാടെ നമ്മുടെ ഹീറോയിൻ ഫോട്ടോയിൽ കാണുന്ന പോലെയല്ല, അതിനെക്കാട്ടിലും ഭംഗിയുണ്ടല്ലോ എന്നിങ്ങനെ ഓർക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് അവനോട് ഞാൻ ഇന്നു മുതൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ജോലിക്കൊക്കെ വന്നാന്നൊക്കെ പറഞ്ഞ് സംസാരിച്ച് നിൽക്കുന്ന സമയത്ത് അവനെ പെട്ടെന്ന് മേക്കപ്പ് ചെയ്യാനെന്ന് പറഞ്ഞിട്ട് ഒരു പെങ്കൊച്ചകത്തേക്ക് കയറി ചെല്ലാൻ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ഹീറോ പോകുന്നതിൻ്റെ പുറകെ ഹീറോയിനും പോകുന്നുണ്ട്. അവിടെ പോയി ഇരിക്കുന്ന സമയത്ത് മേക്കപ്പ് ചെയ്യാനായിട്ട് ഒരു ആൺകുട്ടി വരുന്നുണ്ടായിരുന്നു. അവൻ വന്നിട്ട് നമ്മുടെ ഹീറോയോട് തായിൽ എന്തോ അവരുടെ ലാംഗ്വേജിൽ എന്തൊക്കെ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. പക്ഷേ ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ ഹീറോയ്ക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാതെ അവന് മനസ്സിലാവുന്നുണ്ടായിരുന്നു. അത് വെച്ചിട്ട് ഹീറോയിൻ എന്തൊരു ചെറിയ ഡൗട്ട് അടിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവൾ മാറിയിരുന്നിട്ട് ഈ കാര്യത്തെപ്പറ്റി ചിന്തിക്കുന്നുണ്ടായിരുന്നു. ഞാനെന്താ അഭിനയിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഇങ്ങോട്ട് വന്നത്, അയാൾക്ക് എല്ലാ ലാംഗ്വേജും മനസ്സിലാകുന്നുണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നുണ്ട്. എന്തായാലും അവൾ അങ്ങനെ അവിടെ ഇരിക്കുന്ന സമയത്തായിരുന്നു ആ സൂപ്പർ മാർക്കറ്റിൽ നമ്മുടെ ഹീറോയിൻ്റെ ഒരു ഫ്രണ്ടില്ലേ, അതായത് ഹീറോയിൻ്റെ വീട്ടിൽ റെൻറ്റിന് താമസിക്കുന്ന ആ ചെക്കനുമായിട്ട് ഹീറോയിൻ ഇങ്ങനെ മെസ്സേജ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അതായത് ജോലിയൊക്കെ എങ്ങനെയുണ്ട്, നന്നായിട്ട് പോകുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും ഹീറോ ഇങ്ങനെ ഡ്രസ്സ് സെലക്ട് ചെയ്തുകൊണ്ട് നിൽക്കുന്ന അവൾ കാണുന്നുണ്ടായിരുന്നു. ഇത് കാണുമ്പോൾ ഉടനെ അവൾ ഫോട്ടോ എടുത്തിട്ട് അവൻ അയച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. അത് കാണുന്ന നമ്മുടെ ഹീറോ ഒരുപാട് ദേഷ്യത്തിൽ വന്നിട്ട് ഹീറോയിൻ്റെ കയ്യിൽ നിന്ന് ഫോൺ മേടിച്ചിട്ട് ഇനി മേലിൽ ഇത് ആവർത്തിക്കരുതെന്ന് പറഞ്ഞിട്ട് അവളൊരു ചീത്തയും കൂടെ വിളിക്കുന്നുണ്ടായിരുന്നു. ഇത് കേൾക്കുന്ന അവൾക്ക് ഒരുപാട് ദേഷ്യവും സങ്കടവും വരുന്നുണ്ടായിരുന്നു. ഈ ചെറിയ നിസ്സാര കാര്യത്തിന് തന്നെ ഇങ്ങനെ നിങ്ങൾ ചീത്തയൊക്കെ പറയുന്നതെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. എന്തായാലും അവളുടെ ഫോൺ മേടിച്ച് ആ ഫോട്ടോ ഡിലീറ്റ് ചെയ്ത് കളയുന്നുണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ കൂടെ അവൾക്ക് ആ ജോലി ചെയ്യാൻ ഒട്ടും തന്നെ താല്പര്യം ഉണ്ടായിരുന്നില്ല. ഇവിടെ നമ്മുടെ ഹീറോയിൻ്റെ അമ്മ ഷൂട്ടിംഗ് ലൊക്കേഷനിലാണ് കേട്ടോ. അതായത് ഒരു പ്രൊഡ്യൂസർ പെങ്കൊച്ചിനൊക്കെ വെച്ചിട്ട് അങ്ങനെ അവർ ബീച്ച് സൈഡിൽ ഷൂട്ടിങ്ങിന് നടക്കുന്ന സമയത്തായിരുന്നു അവർക്ക് എന്തുകൊണ്ടോ ആ മോഡൽസിന് ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടിരുന്നില്ല. അവരെ കാണുന്ന പാടെ അവരെഴുന്നേച്ചിട്ട് ഇതെന്ത് മോഡൽസാണ് ഇത്, ഇവരെയും വെച്ചിട്ടാണെങ്കിൽ എനിക്കിതെടുക്കാൻ ഒട്ടും താല്പര്യമില്ല, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ വേറെ ആരെങ്കിലും നോക്ക്, അല്ലെങ്കിൽ തന്നെ നമ്മുടെ മറ്റേ ഹീറോയില്ലേ അവനെ വിളിക്കാനായിട്ട് പറയുന്നുണ്ടായിരുന്നു. അതായത് നമ്മുടെ ഇതിൻ്റെ ഹീറോയെ വിളിക്കാനായിട്ടായിരുന്നു പറഞ്ഞിരുന്നത്. എന്നിട്ട് അവൾക്ക് ദേഷ്യം വന്നിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഈ പ്രൊഡ്യൂസർ പെങ്കൊച്ചിന് നമ്മുടെ ഹീറോയോട് ചെറിയൊരു കണക്ഷനല്ല, ഇവൾക്ക് ചെറിയൊരു അട്രാക്ഷൻ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് അവനെ വിളിക്കാനായിട്ട് പറയുന്നത്. പക്ഷേ അവൻ വേറൊരു ഷൂട്ടിംഗ് ലൊക്കേഷനിലാണല്ലോ, അത് കാരണം ഇവിടെ കൊണ്ടുവരാനായിട്ട് ഒരു വഴിയില്ല. എന്നിരുന്നാൽ അവളോടൊന്ന് പറഞ്ഞു നോക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ്റെ അമ്മയും അസിസ്റ്റൻ്റൊക്കെ അവളുടെ പുറകെ പോകുന്നുണ്ടായിരുന്നെങ്കിലും ഒരു പ്രയോജനവും ഇല്ലായിരുന്നു കേട്ടോ. അങ്ങനെ എന്തായാലും ഹീറോയിൻ്റെ അമ്മ അവളെ കോൾ ചെയ്യുന്നുണ്ടായിരുന്നു. കോൾ ചെയ്തിട്ട് മോളെ എങ്ങനെയുണ്ട് ജോലിയൊക്കെ, നീ അവിടെ പോയെന്ന് ചോദിക്കുന്ന സമയത്ത് എന്തിനാ അമ്മ എന്നെ ഇങ്ങനത്തെ ജോലിക്കൊക്കെ പറഞ്ഞു വിട്ടത്, ഒരു നിസ്സാര കാര്യത്തിന് അയാളെ ചീത്തയൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ടായിരുന്നു. അന്നേരം അവർ അതൊന്നും നീ ഓർത്ത് വിഷമിക്കേണ്ട, അതൊക്കെ നമുക്ക് ഈ ഫീൽഡിൽ നിൽക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ളത് തന്നെയാണ്. ഞാനിപ്പോൾ നിന്നോടൊരു കാര്യം പറഞ്ഞ് നീ ശ്രദ്ധിച്ച് കേൾക്കണം, എങ്ങനെയെങ്കിലും അവനെ അവിടെ നീ ഇവിടേക്ക് കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ട് ഇവർ നിൽക്കുന്ന സ്ഥലവും പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു. അതിനെന്താണെന്ന് ചോദിക്കുമ്പോൾ നീ കൂടുതൽ ചോദ്യങ്ങളൊന്നും ഇങ്ങോട്ട് ചോദിക്കേണ്ട, ഞാൻ പറയുന്നത് എന്താണോ അത് മാത്രം നീ ചെയ്താൽ മതി,
പറ്റിയിട്ടായിരുന്നിരുന്നാലും നീ അവനെയും കൊണ്ടാലും ഇവിടെ വന്നു പോരെന്ന് പറഞ്ഞിട്ട് അതെല്ലാം കൂടെ അവളെ തലമണ്ട ഏൽപ്പിച്ചിട്ട് അവർ കോൾ കട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഹീറോയിനാണെങ്കിൽ ഞാൻ ഇനി ഇവനെ ഇവിടെ നിന്ന് എങ്ങനെ കൊണ്ടുപോകുന്നത് ആലോചിച്ചിങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ എന്തായാലും നമ്മുടെ ഹീറോയിൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് ഹീറോയും കൂട്ടിയിട്ട് ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് പോകാനായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. ഹീറോ അന്നേരം ഇവിടെ നടക്കുന്ന ഷൂട്ടിംഗ് ഞാൻ എന്ത് ചെയ്യാൻ, നീ എന്നെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് ചോദിക്കുമ്പോൾ അതൊക്കെ അവർ നോക്കിക്കോളും, നമുക്ക് അർജൻറ്റായിട്ട് ഒരു സ്ഥലത്ത് എത്താനായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് നേരെ അവനെയും കൂട്ടിയിട്ട് അവരുടെ അമ്മയുടെ ആ ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് പോകുന്നുണ്ടായിരുന്നു. അന്നേരം നമ്മുടെ ഹീറോയുടെ കൂടെ അഭിനയിക്ക് ഇപ്പോൾ ഒരു മോഡൽ വേണമല്ലോ. ആ സമയത്ത് നമ്മുടെ ഹീറോയിൻ്റെ അമ്മയുടെ അസിസ്റ്റൻ്റ് ആണെങ്കിൽ ഒരു പെങ്കൊച്ചിനെ വിളിക്കുന്നുണ്ടായിരുന്നു. അവളാണെങ്കിൽ അവളുടെ ബോയ് ഫ്രണ്ട് ആരാന്നറിയില്ല ഒരുത്തിനുമായിട്ട് ഇങ്ങനെ ബെഡ് ഷെയർ ചെയ്ത് കിടക്കുന്നുണ്ടായിരുന്നു. ഇവൻ കണ്ടിന്യൂസ് ആയിട്ട് വിളിക്കുന്നത് കാരണം കോൾ എടുക്കുമ്പോൾ നീ എന്തിനാ എന്നെ വിളിക്കുന്ന ഒരു സമാധാന തരത്തിലും ചോദിക്കുമ്പോൾ പെട്ടെന്ന് ഷൂട്ടിംഗ് തുടങ്ങാറായി, നീ വരുന്നുണ്ടോ അത് ഞങ്ങൾ വേറെ ആളെ വിളിക്കണമെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. അവളെന്തായാലും നമ്മുടെ ഹീറോ ആണ് ഇതിൽ വരുന്നതെന്ന് അറിയുമ്പോൾ തന്നെ ഓടി ചാടി എഴുന്നേറ്റൊക്കെ വരുന്നുണ്ടായിരുന്നു. ഹീറോയെ കൂട്ടി ഹീറോയിൻ നേരും ആ ബീച്ച് സൈഡിൽ വരുന്ന സമയത്തായിരുന്നു ഈ പ്രൊഡ്യൂസർ പെങ്കുച്ച് നമ്മുടെ ഹീറോയുടെ ഒരു നോട്ടം ഉണ്ടെന്ന് പറയുന്നില്ലേ, അവളാണെങ്കിൽ ഹീറോ വന്ന പാടെ അവനെ ഇങ്ങനെ അന്തം വിട്ട് നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അന്നേരം ഹീറോയിൻ അമ്മേ ഇനി എൻ്റെ ജോലി കഴിഞ്ഞല്ലോ, ഞാൻ വീട്ടിലേക്ക് പൊക്കോട്ടെ എന്ന് ചോദിക്കുമ്പോൾ പോകാൻ വരട്ടെ, നീയാണ് ഇനി ഇവൻ്റെ കൂടെ ഇന്ന് ഫുള്ള് നിൽക്കേണ്ടത്, ഇവൻ്റെ മേക്കപ്പ് മാനായിട്ടും ഇവൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കി ഇവൻ്റെ കൂടെ നീ വേണമെന്ന് പറഞ്ഞിട്ട് അവർ പോകുന്നുണ്ടായിരുന്നു. എന്തായാലും നിന്നല്ലേ പറ്റത്തുള്ളൂ, ഏറ്റവും ജോലി കംപ്ലീറ്റ് ചെയ്യണമല്ലോ. അങ്ങനെ ഹീറോയിൻ എന്തായാലും ഹീറോയും കൂട്ടിയിട്ട് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനായിട്ട് ഒരു സ്ഥലത്തേക്ക് പോകുന്നുണ്ടായിരുന്നു. അവിടെ പോയിട്ട് ഒരു അധികം ഭംഗിയുള്ളൊരു ഷർട്ട് എടുത്തിട്ട് നമ്മുടെ ഹീറോയുടെ അടുത്തേക്ക് തിരിയുന്ന സമയത്ത് അവൻ ദേഹത്ത് കയറി ഇടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് അവനോട് പെട്ടെന്ന് ഈ ഡ്രസ്സ് നമുക്ക് നന്നായിട്ട് ചേരും, ഇതിട്ടാൽ മതി എന്ന് പറയുന്നുണ്ടായിരുന്നു. അവനും ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനായിട്ട് പോകുന്ന സമയത്തായിരുന്നു അതിനകത്ത് നിന്ന് ആ മോഡൽ പെൺകുട്ടി ഇറങ്ങി വന്നിരുന്നത്. അവൾ വന്ന പാടെ നിന്നെ ആരും ഞാൻ ഇത്രയും നേരം വെയിറ്റ് ചെയ്തിരുന്നെന്ന് പറഞ്ഞിട്ട് അവനെ ഹഗ് ചെയ്യുന്നുണ്ടായിരുന്നു. ആ സമയത്ത് അവന് ദേഷ്യം വന്നിട്ട് അയ്യേ അങ്ങോട്ട് നീ നിന്നേ, നീ ഇപ്പം എന്തിനാ എന്നെ ഹഗ് ചെയ്യുന്നു ചോദിക്കുന്നുണ്ടായിരുന്നു. പിന്നെ എത്ര നാളായി നമ്മൾ കണ്ടിട്ട്, മാത്രമല്ല കുറേ നാൾക്ക് ശേഷമാണ് നമ്മൾ ഒരുമിച്ചൊരു വർക്കൊക്കെ ചെയ്യുന്നതെന്ന് പറയുന്നുണ്ടായിരുന്നു. ഇത് കാണുന്ന ഹീറോയിൻ ഒന്നും മനസ്സിലാവാൻ നിൽക്കുന്നുണ്ടായിരുന്നു. അവളിങ്ങനെ എത്തി നോക്കുന്നത് കൊണ്ട് തന്നെ ഇത് കാണുന്ന ഈ മോഡൽ പെൺകുട്ടിയാണെങ്കിൽ നിനക്ക് നാണമില്ലേ, ഞങ്ങൾ കുറേ പ്രൈവസി വേണം, അത് കാരണം ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങി നിൽക്കാൻ പറയുന്നുണ്ടായിരുന്നു. പോകാൻ നിന്ന ഹീറോയിനാണെങ്കിൽ ഹീറോ പിടിച്ച് നിർത്തിയിട്ട് നീ എവിടെയും പോകണ്ട, ഇവിടെ തന്നെ നിന്നാൽ മതി, ഞാൻ ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് ഇപ്പോൾ വരാമെന്ന് പറയുന്നുണ്ടായിരുന്നു. ഇവിടെയാണെങ്കിൽ നമ്മുടെ ഹീറോ ഷൂട്ടിങ്ങിന് റെഡിയായി നിന്നിട്ട് അവിടെ നിന്ന് മുങ്ങിയ സ്ഥലമില്ലേ, അവിടെയുള്ള എല്ലാവരും എന്നാലും അവൻ നമ്മളിങ്ങനെ പറ്റിക്കുമെന്ന് വിചാരിച്ചില്ലല്ലോ, എന്ത് പണി അവൻ ഈ കാണിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് അവരാകെ പരിഭ്രമിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. എന്തായാലും ഇവിടെ നമ്മുടെ ഹീറോയും ആ മോഡൽ പെൺകുട്ടിയെല്ലാം റെഡിയായിട്ട് ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് റെഡിയായിട്ട് വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. അവരിങ്ങനെ തകർത്ത് അഭിനയിക്കുന്ന സമയത്തായിരുന്നു ഈ പ്രൊഡ്യൂസർ പെങ്കൊച്ച് നമ്മുടെ ഹീറോയെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇതൊക്കെ വാച്ച് ചെയ്യുന്ന നമ്മുടെ ഹീറോയിനും ചെറുതായിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ടായിരുന്നു. ഇതേ സമയത്ത് ആ മോഡൽ പെങ്കൊച്ചാണെങ്കിൽ അനാവശ്യമായിട്ട് ഹീറോയുടെ ദേഹത്ത് കയറിയൊക്കെ പിടിച്ച് ഒരുമാതിരിയൊക്കെ അഭിനയിക്കുന്നുണ്ടായിരുന്നു. ഇത് കാണിക്കുന്ന ഈ പ്രൊഡ്യൂസർ പെൺകുട്ടിക്ക് ദേഷ്യവും വരുന്നുണ്ടായിരുന്നു. അങ്ങനെ പെട്ടെന്ന് വെച്ച സീൻ കട്ട് ചെയ്തിട്ട് കുറച്ചുകൂടെ ബോഡിയൊക്കെ ഒന്ന് വെൽറ്റായിട്ടിരിക്കണമെന്ന് പറഞ്ഞിട്ട് ഹീറോയുടെ ദേഹത്ത് ഇങ്ങനെ സ്പ്രേ ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അന്നേരം ഈ പ്രൊഡ്യൂസർ പെൺകുട്ടി പെട്ടെന്ന് എഴുന്നേറ്റ് പോയി ആ അഭിനയിക്കുന്ന ആ പെൺകുട്ടിയോട് നീ ഇങ്ങനെ ഇത്ര അധികം തൊട്ടും തലോടിയും ഒന്നും അഭിനയിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുമ്പോൾ അതൊക്കെ എൻ്റെ ഇഷ്ടമാണ്, എങ്ങനെ അഭിനയിക്കണം എന്നുള്ള കാര്യമൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം, മാത്രമല്ല കുറച്ച് മുന്നേ നീ പറഞ്ഞില്ലായിരുന്നു ബോഡിയൊക്കെ കുറച്ച് വെൽറ്റായിട്ടിരിക്കണമെന്ന്, അത് കാരണം ഇനി കുറച്ചുകൂടെ വെള്ളം ഒഴിക്കണമെന്ന് പറഞ്ഞിട്ട് അവളുടെ ബോഡിയിൽ ഫുള്ളായിട്ട് വെള്ളം എടുത്ത് ഒഴിക്കുന്നുണ്ടായിരുന്നു. ഇത് കാണുന്ന പ്രൊഡ്യൂസർ പെങ്കൊച്ചിന് ഭയങ്കരമായിട്ട് ദേഷ്യവും വരുന്നുണ്ടായിരുന്നു. സംഭവം ഇതെല്ലാം കണ്ടിട്ട് നിൽക്കുന്ന നമ്മുടെ ഹീറോയിനാണെങ്കിൽ എന്തൊരു ആൾക്കാർ ഇതൊക്കെ, കുറച്ച് സമയം ആയിട്ടുള്ളൂ ഇവനെ കണ്ടിട്ട്, എന്നിട്ട് രണ്ടുപേർക്കും ഇവനോട് സ്നേഹമാണോ, നാളെയില്ലേ ഇവർക്കൊക്കെ ഇത്രയും വലിയ പൊസിഷനിലൊക്കെ ഇരുന്നിട്ട് ഇത്രയും വൃത്തികെട്ട കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. അതുമാത്രമല്ല ഇവനെ കണ്ടു കഴിഞ്ഞാൽ ഭംഗിയുണ്ടെങ്കിലും അവനോടൊന്ന് സംസാരിച്ചാൽ മതി അവൻ്റെ രീതികളൊക്കെ ഒന്ന് മാറാനായിട്ട്, എങ്ങനെയാണ് ഇവർക്കൊക്കെ ഇവനോടൊക്കെ ഇഷ്ടം തോന്നുന്നതൊക്കെ പറഞ്ഞ് ആലോചിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. എന്തായാലും ഷൂട്ടിംഗ് എല്ലാം കഴിയുന്നുണ്ടായിരുന്നു കേട്ടോ. ഹീറോയിൻ്റെ അമ്മയാണെങ്കിൽ നേരത്തെ ഷൂട്ടിങ്ങൊക്കെ ഷൂട്ടിങ്ങൊക്കെ നിർത്തി വെച്ചിട്ട് ഹീറോ ഇങ്ങോട്ട് പോകുന്നില്ലേ ആ ലൊക്കേഷനിലേക്ക് അവർക്ക് വേണ്ട കോമ്പൻസേഷനൊക്കെ കൊടുക്കാനായിട്ട് അങ്ങോട്ടേക്ക് പോകുന്നുണ്ടായിരുന്നു. ഇവിടെ നമ്മുടെ ഹീറോയിൻ്റെ അമ്മയുടെ അസിസ്റ്റൻറ്റിൻ്റെയോട് ഈ പ്രൊഡ്യൂസർ പെൺകുട്ടി ഒരു കാര്യം പറയുന്നുണ്ടായിരുന്നു, ഷൂട്ടിംഗ് എല്ലാം നന്നായിട്ട് കഴിഞ്ഞു, അത് കാരണം ഇന്ന് ഹീറോയോട് ഒരു ഡിന്നറിന് വേണ്ടിയിട്ട് വരാനായിട്ട് പറയുന്നുണ്ടായിരുന്നു. പറ്റുവാണെങ്കിൽ നിങ്ങളെല്ലാവരും വാ, അല്ലെങ്കിൽ അവനോട് പ്രത്യേകം പറയണം ഇന്ന് ഡിന്നർ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവൾ പോകുന്നുണ്ടായിരുന്നു. ഇത് കേൾക്കുന്ന അസിസ്റ്റൻ്റ് എന്തായാലും പോയി പറഞ്ഞാലേ പറ്റുള്ളൂ. അങ്ങനെ നേരെ നമ്മുടെ ഹീറോയോട് ഈ കാര്യം പോയി പറയുന്നുണ്ടായിരുന്നു, ഇന്ന് നൈറ്റ് അവളൊരു ഡിന്നറിന് വേണ്ടിയിട്ട് നിന്നെ വിളിച്ചിട്ടുണ്ടെന്നും നീ ഉറപ്പായിട്ടും പോകണമെന്നും. അന്നേരം അവൻ എനിക്കതിനൊന്നും പോകാൻ പറ്റത്തില്ല, നിനക്കത് അവളോട് പറയായിരുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ നീ എന്താ ഈ പണിയാണ് കാണിക്കുന്നത്, അവൾ വലിയൊരു പ്രൊഡ്യൂസറാണ്, അവളൊപ്പം നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിനക്ക് നല്ലൊരു ഓഫേഴ്സ് ഇനിയും വരും, നിൻ്റെ ആഗ്രഹം എന്താണോ അത് നിനക്ക് ഫുൾഫിൽ ചെയ്യാൻ പറ്റും, അത് കാരണം അവൾ വിളിക്കുന്ന സ്ഥലത്തേക്ക് പോകുന്നതാണ് നിനക്ക് നല്ലതെന്ന് പറയുന്നുണ്ടായിരുന്നു. എന്തായാലും ഇതെല്ലാം കേട്ട് നിൽക്കുന്ന നമ്മുടെ ഹീറോയിനാണെങ്കിൽ എൻ്റെ കാര്യം ഇവിടെ കഴിഞ്ഞല്ലോ, ഞാൻ എന്നെ തിരികെ വീട്ടിലേക്ക് പോയിക്കോട്ടെ, വീട്ടിൽ ആരോടും പറഞ്ഞിട്ടില്ല ഞാൻ ഇത്രയും ലേറ്റ് ആകുമെന്ന് പറഞ്ഞിട്ട് അവൾ ഇവിടെ നിന്ന് പോകാൻ നിൽക്കുന്ന സമയം ഈ അസിസ്റ്റൻ്റ് പയ്യനാണെങ്കിൽ അയ്യോ പോകാൻ വരട്ടെ, നിന്നെ എങ്ങാനും തനിച്ച് വിട്ടും എൻ്റെ അമ്മ അറിഞ്ഞു കഴിഞ്ഞാൽ എന്നെ നല്ലോണം വഴക്ക് പറയും, അത് കാരണം നിനക്കും കൂടി ചേർത്ത് ഇന്ന് നൈറ്റ് ഇവിടെ റൂം ബുക്ക് ചെയ്തിട്ടുണ്ട്, ഇന്ന് നീ അവിടെ സ്റ്റേ ചെയ്താൽ മതി എന്ന് പറയുന്നുണ്ടായിരുന്നു. ഇതൊക്കെ കേൾക്കുന്ന ഹീറോയിനാണെങ്കിൽ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് പോയാൽ മതിയെന്നായിരുന്നു.
അങ്ങനെ അതെല്ലാം പറഞ്ഞിട്ട് അസിസ്റ്റൻ്റ് അവിടെ നിന്ന് പോകുന്നുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ നമ്മുടെ ഹീറോ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വന്ന സമയത്ത് ഹീറോയിന് ഒരു കാര്യം ചോദിക്കുന്നുണ്ടായിരുന്നു. ബാക്കി എല്ലാവരോടും നീ വളരെ സ്നേഹത്തിലാണല്ലോ സംസാരിക്കുന്നത്, പിന്നെ എന്നോട് എന്തിനാ നീ ഇത്ര ദേഷ്യപ്പെടുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ അവളാണെങ്കിൽ നിന്നോട് പിന്നെ ഞാൻ എങ്ങനെ സംസാരിക്കാനാണ്, ആദ്യമായിട്ട് കണ്ടപാടെ നീ എന്നെ വലിയൊരു ചീത്തയല്ലേ പറഞ്ഞത്, അങ്ങനെയുള്ളവരോടൊന്നും എനിക്ക് നേരെ സംസാരിക്കാനായിട്ട് പറ്റത്തില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. അതിനോടൊപ്പം തന്നെ അവൾ അയ്യോ ഞാനിപ്പോൾ കുറച്ച് ദേഷ്യപ്പെട്ടു എന്ന് എനിക്ക് തോന്നുന്നുണ്ട്, നിനക്ക് അങ്ങനെ തോന്നിയെന്ന് ചോദിക്കുമ്പോൾ സാരമില്ല, ഞാനങ്ങനെ ഒരിക്കലും നിന്നോട് പറയരുതായിരുന്നു, നീയും കൂടെ നൈറ്റ് ഡിന്നറിന് വരുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നിന്നെ മാത്രമല്ല അവൾ ക്ഷണിച്ചിട്ടുള്ളൂ, അതിനിടയിൽ ഞാൻ എന്തിനാ വരുന്നതെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നീ രാത്രി എന്ത് കഴിക്കുമെന്ന് ചോദിക്കുമ്പോൾ എല്ലാ ദിവസത്തെ പോലെ എന്തെങ്കിലുമൊക്കെ കഴിക്കും, അതെന്തിനാ ഇപ്പോൾ പ്രത്യേകിച്ച് പറയാനായിട്ടിരിക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ എന്തായാലും അവൾക്ക് വേണ്ടിയിട്ട് കൊടുത്തിട്ടുള്ള ആ റൂമിലേക്ക് പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ പോയിട്ട് നമ്മുടെ ഹീറോയിൻ അവരുടെ വീട്ടിൽ വിളിച്ച് പറയുന്നുണ്ടായിരുന്നു ഞാനിന്ന് വരത്തില്ല എന്നുള്ള കാര്യം. അത് പറയുന്നത് ആ 2 ഹൗസിൽ താമസിക്കുന്ന ആ പയ്യൻ്റെ ഫോണിൽ വിളിച്ചിട്ടായിരുന്നു. എനിക്കിന്ന് വരാനായിട്ട് പറ്റത്തില്ല എന്നും അത് കാരണം നീ ഒന്ന് വീട്ടിൽ പറയണമെന്നുള്ളതായിരുന്നു പറഞ്ഞിരുന്നത്. മുത്തശ്ശനത് കേൾക്കുമ്പോൾ ഇത്തിരി ദേഷ്യപ്പെടുന്നുണ്ടെങ്കിലും മുത്തശ്ശി പറയുന്നുണ്ട് അവൾക്ക് അത്യാവശ്യമായിട്ടൊരു ട്രിപ്പ് വേണ്ടി വന്നു, അങ്ങനെ പോയതാണ്, കുഴപ്പമില്ല, അവൾ നാളെയും എത്തുമെന്ന് പറയുന്നുണ്ടായിരുന്നു. മുത്തശ്ശി ഇവളുടെ എല്ലാ കാര്യത്തിനും സപ്പോർട്ടാണ് കേട്ടോ. അങ്ങനെ എന്തായാലും ആ സീൻ കട്ടാകുന്നുണ്ട്. നമ്മുടെ ഹീറോയിന് ഇപ്പോൾ എന്തെങ്കിലും കഴിക്കാൻ വേണമല്ലോ, രാത്രിയായല്ലോ. അങ്ങനെ അവൾ എന്തെങ്കിലും ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞിരിക്കുമ്പോഴായിരുന്നു പുറത്ത് ബെല്ലടി സൗണ്ട് കേൾക്കുന്നത്. അങ്ങനെ അവൾ ഡോറ് തുറന്ന് നോക്കുമ്പോഴത്തേക്കും വെയിറ്റർ അവൾക്ക് ഫുഡ് കൊണ്ടു കൊടുക്കുന്നുണ്ടായിരുന്നു. ഇതാരും എനിക്ക് ഫുഡ് തന്നു വിടാമെന്നൊക്കെ പറഞ്ഞിട്ട് അവളിങ്ങനെ അത് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോഴായിരുന്നു നമ്മുടെ ഹീറോ ആയിരുന്നു ഫുഡ് കൊടുത്ത് വിട്ടുന്നത് കേട്ടോ. അതിനകത്ത് ഒരു പേപ്പറിൽ ഇത് നിനക്ക് വേണ്ടിയിട്ടുള്ളതാണെന്നും കൂടി എഴുതിയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഹീറോയിൻ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്, കാണുമ്പോൾ അവൻ കുറച്ച് ദേഷ്യക്കാരനൊക്കെ ആണെങ്കിലും നല്ല മനസ്സ് അവനുണ്ടെന്നൊക്കെ പറഞ്ഞിരുന്ന് എന്തായാലും ഫുഡ് കഴിക്കാനായിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. അന്നേരമായിരുന്നു അവൾ എന്തോ ബാൽക്കണിയിൽ അവിടെ എന്തോ ഒരു സൗണ്ട് കേൾക്കുന്നത് കേട്ടിട്ട് അങ്ങോട്ടേക്ക് പോയി നോക്കുമ്പോൾ നമ്മുടെ ഹീറോ ബാൽക്കണി വഴി കയറിയിട്ട് ഹീറോയിൻ്റെ റൂമിലേക്ക് വരുന്നതാണോ എന്താണെന്ന് അറിയില്ല. എന്തായാലും അവൻ ആ ബാൽക്കണിയിൽ അവിടെ ഇങ്ങനെ തൂങ്ങി നിൽക്കുവാണ്. നീ എന്നെ രക്ഷിക്കുക, ഒന്ന് കൈതാന്ന് പറഞ്ഞ് നമ്മുടെ ഹീറോയിനോട് അവൻ പറയുന്നുണ്ടായിരുന്നു. അവൾക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാതെ എന്തായാലും അവനെ പിടിച്ച് കയറ്റാനായിട്ട് നിൽക്കുന്ന സമയത്ത് നമ്മുടെ ഹീറോയിൻ്റെ ഡ്രസ്സ് ഒരല്പം ഒന്ന് മാറി കിടക്കുന്നുണ്ടായിരുന്നു. അതുകൂടെ ഹീറോ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് മനസ്സിലായപ്പോൾ ഇവള് കൈയൊന്ന് അയഞ്ഞു വിടുന്നുണ്ടായിരുന്നു. അന്നേരം അവൻ നീ എന്തായി കാണിക്കുന്നത്, എൻ്റെ കൈ വേദനിക്കുന്നു, നീ എന്നെ ഒന്ന് പിടിച്ച് കയറ്റെന്ന് പറയുമ്പോഴത്തേക്കും അവൾ പിന്നെയും കുറച്ചുകൂടെ ശക്തമായിട്ട് അവനെ പിടിച്ച് വലിച്ച് കയറ്റുന്നുണ്ടായിരുന്നു. ആ കയറ്റുന്നതിൻ്റെ ഫോഴ്സിൽ 2 പേരും കൂടെ നേരെ നിലത്ത് പോയി വീഴുന്നുമുണ്ട്. അതോടുകൂടെ ഈ എപ്പിസോഡ് കഴിയുവാണ്. അടുത്ത എപ്പിസോഡ് ഞാൻ വേഗം തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഡ്രാമ ഇഷ്ടമായെങ്കിൽ കാണുന്നതിനോടൊപ്പം ലൈക്ക് ചെയ്യാനും കൂടെ മറക്കണ്ട കേട്ടോ. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. ഈ ഡ്രാമ കണ്ടിന്യൂ ചെയ്യണോ വേണോ വേണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഇഷ്ടമായില്ല എങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ പറയണം കേട്ടോ. ഞാനെങ്കിൽ പുതിയ ഡ്രാമ എടുക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവുമെന്നാണ് എൻ്റെ വിചാരം. എന്തായാലും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ പറയാം. അപ്പോൾ അടുത്ത എപ്പിസോഡായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെയ്ക്കും ടാറ്റാ.